അടുക്കള തോട്ടം സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. നമ്മൾ കുറച്ച് ഗ്രോ ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഇതേ മണ്ണ് നിറച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് വിത്തുകളൊക്കെ നടണം. അത് പയറും മത്തനും കുമ്പളങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നടണം നമുക്ക്. അതിനുള്ള പരിപാടിയാണ്. മണ്ണൊക്കെ നിറച്ച് ചേച്ചി നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കാം. അതായത് നമ്മുടെ ഗ്രോ ബാഗൊക്കെ നമ്മളത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. നമ്മൾ ഗ്രോ ബാഗിൽ മണ്ണൊക്കെ നിറച്ച് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് നനച്ചിടുവാണ്. വേണ്ട ഇവിടെയൊക്കെ പുല്ലൊക്കെ ചെത്തി കളഞ്ഞ് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രോ ബാഗിലൊക്കെ നമ്മൾ മണ്ണ് നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. നമ്മൾ അന്ന് പാകിയ വിത്ത നമ്മുടെ പയറായിരുന്നു. അത് അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കാറുണ്ട്. ഇങ്ങനെ മൊത്തം ഇങ്ങനെ പയറിൻ്റെ ഒരു ഇതിങ്ങനെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ ഗ്രോ ബാഗൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ ചാണകപ്പൊടി എല്ലാ ഗ്രോ ബാഗിലും ഇട്ട് കൊടുക്കാൻ പോകണ്ട. നമ്മൾ ഓൾറെഡി അതിന് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തല്ലോ. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ലോണം നനച്ച് കൊടുക്കണം ചാണകപ്പൊടി. അതെ നമ്മുടെ ഗ്രോ ബാഗൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളത് കറ്റാർ വാഴ നടാൻ പോകാൻ കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കറ്റാർ വാഴ തന്നെയാണ്. അപ്പോൾ അതിന് നമ്മൾ കുറച്ചിങ്ങനെ അതിൻ്റെ ഇല പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇലയൊക്കെ പറിച്ച് വെച്ചേക്കാം. നമ്മൾ ഒരു 5 ഇല നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് അതിന്. അപ്പോൾ ഈ ഒരു റോയിൽ നമ്മൾ നമ്മുടെ എന്താ പറയുക കറ്റാർ വാഴ നട്ടു കൊടുക്കാൻ പോവാണ്. നമുക്ക് നടാം. നമ്മൾ ഇതിൻ്റെ വേരൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഇതിനങ്ങനെ പ്രത്യേകിച്ച് വളമൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. വെള്ളം മാത്രം മതി. നോക്കിയപ്പം പ്രത്യേകിച്ച് വേറെ വളമൊന്നും വേണ്ട. നന്നായിട്ട് സൂര്യപ്രകാശവും നന്നായിട്ട് വെള്ളം മാത്രം മതി. നമുക്ക് എങ്ങനെ നമ്മൾ നട്ടാലും അതുണ്ടായിക്കോളും. നന്നായിട്ട് ഇളപ്പൊട്ടി ഉണ്ടായിക്കോളും. നല്ല ഔഷധ ഗുണവും ഉള്ള സാധനമാണ്. അതേമാതിരി തലമുടി വളരാനായിട്ട് നമുക്ക് പാക്കിലൊക്കെ ഇട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്. ഞാനൊക്കെ ആദ്യം ചെയ്തായിരുന്നു കേട്ടോ. ഇത് നാച്ചുറലായിട്ട് നമുക്ക് കറ്റാർവാഴ പറിച്ചെടുക്കാം. ഗ്രോ ബാഗിലേക്കും പറിച്ച് നട്ടുണ്ട് കേട്ടോ. ചില ഗ്രോ ബാഗിൽ നമ്മൾ 1-2 ഒക്കെ നട്ടു. കാരണം ഗ്രോ ബാഗ് നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ചില ഇതിൽ ഞാൻ 2 ഒക്കെ വെച്ച് നട്ടു. ഇനി ഇതിൽ നമുക്ക് വെണ്ടയൊക്കെ നടണം. നമ്മുടെ ഇതിലായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ പയർ. അത് മൊത്തം ഞാൻ എടുത്തിട്ട് ബാക്കിയുള്ള ഇതിലൊക്കെ നട്ടു വെച്ചു. പിന്നെ നമ്മൾ രാവിലെ നമ്മുടെ കറ്റാർ വാഴ നട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് അതിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇഞ്ചി നട്ടതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് മഴ പെയ്തപ്പോൾ. ഞാൻ നമ്മുടെ ചേമ്പ് നട്ട് കഴിഞ്ഞ് പോണ വഴിയിൽ കണ്ടതാണ്. ഞാൻ എനിക്കൂടി കാണിച്ചു തരാമെന്ന് വെച്ച്. എല്ലാം നന്നായി മുളച്ചിട്ടുണ്ട്. 1-2 മഴയും കൂടിയൊക്കെ പെയ്ത് നമ്മുടെ ഭൂമിയൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറിച്ച് നമുക്ക് നടാട്ടത്. ഇഷ്ടപ്പെട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് അറിയിക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ. മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.